പ്രൈസ് ഗാഡ്. സുഖാണോ മക്കൾക്ക്? നമ്മുടെ ജീവിതത്തിൻ്റെ പോക്ക് എങ്ങോട്ടാ? നമ്മുടെ ജീവിതത്തിൻ്റെ ഫോക്കസ് എവിടേക്കാണ്? ഇതൊക്കെ മനസ്സിലാക്കി തരുന്ന ഒരു ചെറിയ പരീക്ഷണം സിസ്റ്റർ കാണിച്ചു തരാം. മക്കളെ ശ്രദ്ധിച്ചിരിക്കണം, ഒരിടവും പോകരുത്, അടുത്ത് തന്നെ ഉണ്ടാവണം. ഓക്കെ? നമ്മൾ വീട്ടിൽ വെള്ളം കുടിക്കില്ലേ? ഗ്ലാസ്, സുന്ദരമായ ഗ്ലാസ്, മിനുസോ ആണ്, കാണാൻ നല്ല ലുക്കാണ്, കോൺഫിഡൻറ്റോടു കൂടി സിസ്റ്റർ ചേർത്ത് പിടിച്ചിട്ടുണ്ട്. എന്നാൽ സെയിം ടൈം ഇതെന്നാ ദുർബലമാണ്, ശക്തിയില്ല അല്ലേ? ഒന്ന് താഴെ ഇട്ടാൽ പൊട്ടും. വിചാരിക്കുക, സിസ്റ്റർ ശ്രദ്ധ തെറ്റി അശ്രദ്ധമായി പലയിടത്തൊക്കെ നോക്കി ഈ ഗ്ലാസ് ശ്രദ്ധയില്ലാതെ പിടിക്കുവാണെങ്കിൽ എന്നാ സംഭവിക്കും? ഗ്ലാസ് താഴെ വീഴും. ഈ ഗ്ലാസ് പല തവണ താഴെ വീഴണോ പൊട്ടാൻ? വേണ്ട, ഒറ്റ തവണ മതി. അത് താഴെ വീണാൽ പൊട്ടി പീസ് പപ്പടമാവും അല്ലേ? അപ്പോൾ ഇങ്ങനെ അത് താഴെ വീഴുമ്പോൾ പിന്നെ ചേർത്ത് പിടിക്കുമോ? സിസ്റ്ററിൻ്റെ ഈ നല്ല ബ്യൂട്ടിഫുൾ ചിരി എന്നാ ചെയ്യും? അന്തം വിട്ടതുപോലെ വാതുറക്കും, പ്രശ്നമാവും, ഇച്ചിരി ടെൻഷൻ വരും അല്ലെ? ഗ്ലാസ് പൊട്ടിപ്പോയി, ഇനി എന്ത് ചെയ്യാൻ പറ്റും? അങ്ങനെ ഗ്ലാസ് താഴെ വീഴുമ്പോൾ ഈ ഗ്ലാസിൻ്റെ പേര് തന്നെ മാറും അല്ലേ? ഐഡൻറ്റിറ്റി തന്നെ മാറും, പിന്നെ കുപ്പിച്ചില്ലായി മാറും. ഓക്കെ? അപ്പോൾ വിചാരിക്കുക, നമ്മുടെ ജീവിതം ഇതുപോലെയാണ്, ഭയങ്കര നിർമ്മലമാണ്, എപ്പം എന്തും സംഭവിക്കാം. ഈ അവസ്ഥയിലാണ് നമ്മുടെ ജീവിതവും. അങ്ങനെ ഈ ഗ്ലാസ് ഒക്കെ നമ്മുടെ ജീവിതം ഗ്ലാസ്സുമായിട്ട് ഉപമിക്കുമ്പോൾ താഴെ വീണ് പൊട്ടുമ്പോൾ ചില മുറിവ്, മനസ്സിൻ്റെ പ്രശ്നം, ശരീരത്തിൻ്റെ പ്രശ്നമൊക്കെ വരുമ്പോൾ അത് മുറിവേൽക്കുമ്പോൾ സാധാരണഗതിയിൽ മുറിവ് കൊടുക്കുന്ന വ്യക്തിയായി മാറാനുള്ള സാധ്യതയുണ്ട്. ഉദാഹരണത്തിന് നമ്മൾ ഗ്ലാസ് പീസ് ഒന്ന് ചിന്തിച്ച് നോക്കേ. ഈ താഴെ വീണ് പൊട്ടിക്കഴിഞ്ഞാൽ എന്നാ ചെയ്യും? സിസ്റ്റർ എന്നെ ഒരു സ്റ്റെപ്പ് പിന്നോട്ട് വെക്കും അല്ലേ? എന്നിട്ട് ആരെങ്കിലും വരുവാണെങ്കിൽ ഞാൻ പറയും, വെയിറ്റ് വരരുത് പ്ലീസ് അവിടെ നിൽക്ക്, ഒരു മിനിറ്റ് എന്ന് പറഞ്ഞ് ഞാൻ വേഗം ഓടിപ്പോയി ചൂലെടുക്കുന്നു, ഡസ്റ്റ്പാൻ എടുക്കുന്നു, സൂക്ഷ്മതയോടെ അത് കൂട്ടി ഡസ്റ്റ്പാനിൽ വെച്ച് ഞാൻ ഇവിടെ വയ്ക്കുമോ? ടേബിളിൻ്റെ പുറത്ത് വയ്ക്കുമോ? ഇല്ല. റൂമിൻ്റെ അകത്ത് വയ്ക്കുമോ? ഇല്ല. ഞാൻ ഇതിനെ കൊണ്ട് എത്രയും വേഗം വീടിൻ്റെ പുറത്ത് കളയും അല്ലേ? ഇതുപോലെ മുറിവ് കൊടുക്കുന്ന ആളായാൽ, പ്രശ്നക്കാരിയായി മാറി എന്നാ ചെയ്യും? എല്ലാവരും ഇങ്ങനെ പതിയെ ഡിസ്റ്റൻസ് ഇട്ട് മാറ്റിവെക്കും. നമ്മൾ ഈശോപ്പയുടെ മക്കൾ അങ്ങനെയാണോ? വേണ്ട. ഓക്കെ, നമുക്ക് അങ്ങനെ വേണ്ട. അപ്പോൾ വിചാരിക്കുക, നമ്മൾ വീണ്ടും ഈ പരീക്ഷണത്തിലേക്ക് വരുവാണ്. ഈ ഗ്ലാസ് ഓക്കെ, നമ്മൾ ദുർബലരാണെന്ന് അറിഞ്ഞിട്ടും പപ്പയും അമ്മയും നമ്മളെ ബെസ്റ്റ് സ്കൂളിൽ പഠിപ്പിക്കാൻ വിടുന്നില്ലേ അല്ലേ? നമ്മൾ താരമായിരിക്കണം, നക്ഷത്രങ്ങളെ പോലെ എപ്പോഴും തിളങ്ങണമെന്നാണ് നമ്മുടെ പപ്പയുടെ അമ്മയുടെ ഒക്കെ ആഗ്രഹം. അതുകൊണ്ട് എന്നാ ചെയ്യുന്നത്? അവർ നല്ല കാര്യങ്ങൾ തരും, ബെസ്റ്റ് തരും, നമുക്ക് ഉള്ളതിൽ ബെസ്റ്റ് തരും. വിചാരിക്കുക, ഇത് നമ്മൾ നേടിയ നേട്ടങ്ങളാണ്. ഓക്കെ, നമ്മൾ നേടിയ നേട്ടങ്ങൾ. അപ്പോൾ ഓരോ കാര്യം പറയുമ്പോൾ സിസ്റ്റർ ഇതിൽ നിന്ന് ഓരോ പൂക്കൾ അടർത്തെടുത്ത് ഈ ഗ്ലാസ്സിൽ ഒട്ടിച്ച് നമ്മുടെ ജീവിതം, ഗ്ലാസ് എന്താ? നമ്മുടെ ജീവിതം. ഓക്കെ, ജീവിതം ബ്യൂട്ടിഫുൾ ആക്കുന്നു. ഓക്കെ, അപ്പോൾ ഉദാഹരണത്തിന് നമ്മൾ നേടിയ നേട്ടങ്ങളൊക്കെ ഒന്ന് മക്കൾ പറഞ്ഞേ. ഉദാഹരണത്തിന് നല്ല സ്കൂള് അല്ലേ? നമ്മുടെ ലൊക്കാലിറ്റിയിലുള്ള നല്ല സ്കൂളിലാണ് പപ്പയും അമ്മയും വിടുന്നത്. അപ്പോൾ നല്ല പഠനം. ഓക്കെ, ഗ്ലാസ് കുറച്ചുകൂടി സുന്ദരമായി. ഇനി അടുത്ത വേറൊരു പൂ എടുക്കുന്നു. എന്താ? പപ്പയും അമ്മയ്ക്കുള്ള സമ്പത്ത് അല്ലേ? അവർക്കുള്ള കാശ് നമുക്ക് വേണ്ടി ചിലവാക്കുന്നു, അത്യാവശ്യം നന്നായിട്ട് കാശൊക്കെ ചിലവാക്കുന്നു, വീണ്ടും ക്യൂട്ടായി. പിന്നെ നമ്മൾ സുന്ദരിമാരും ഇല്ലേ അല്ലേ? അവ നമ്മുടെ സൗന്ദര്യം, നമ്മൾ ബ്യൂട്ടിഫൈ ചെയ്യുന്നു നമ്മുടെ സൗന്ദര്യം. ഓക്കെ, ഇനി നമുക്കൊന്നും കൂടി ഇട്ട് നമുക്ക് കുറേ എക്സ്പോഷർ വിസിറ്റ്സ് ഇനി വിടുന്നു. നമ്മുടെ കഴിവുകൾ, പാട്ട്, ഡാൻസ്, നോട്ടം, ഇതിനെയൊക്കെ ദൈവം നമ്മൾക്ക് തന്നതിനെ വളർത്താൻ പപ്പയും അമ്മയൊക്കെ സഹായിക്കുന്നു. കണ്ടോ, ഇപ്പം നല്ല കുറച്ചുകൂടി ക്യൂട്ടായില്ലേ? ഗ്ലാസ് ഭംഗിയായി. ഇനി ഈ ഗ്ലാസിൻ്റെ അടുത്ത് വെച്ചാൽ എന്നാ സംഭവിക്കുക? എല്ലാവരും ഇതല്ലേ ശ്രദ്ധിക്കത്തുള്ളൂ. വാവ്, ക്യൂട്ട്, എന്ത് ഭംഗി എന്ന് പറഞ്ഞ് എടുക്കാൻ സാധ്യത ഇതാണ്. അപ്പോൾ ഇങ്ങനെ നമ്മുടെ ക്വാളിറ്റിയുടെ അളവ് ഇങ്ങനെ കൂടി വന്നപ്പോൾ നമ്മളിങ്ങനെ സുന്ദരിയായി ഇതുകൊണ്ട് ഡിമാൻഡായി. അപ്പോൾ ഈ ഗ്ലാസ് കാണുമ്പോൾ, നമ്മുടെ ജീവിതം കാണുമ്പോൾ ആൾക്കാർ, വാ ബ്യൂട്ടിഫുൾ, യു ആർ സ്മാർട്ട്, യു ആർ ഇൻ്റലിജൻറ്റ്, യു ആർ സോ ക്യൂട്ട്, യു ആർ ഓസം എന്ന് പറഞ്ഞ് നമുക്ക് അവാർഡ് കിട്ടും, റെക്കഗ്നിഷൻ കിട്ടും, അപ്രീസിയേഷൻ കിട്ടും അല്ലേ? ഇങ്ങനെയൊക്കെ താരമായപ്പോൾ ഈ ഗ്ലാസ് വിചാരിക്കും, എനിക്കിപ്പോൾ എല്ലാം ഉണ്ട്, ഇനി നിങ്ങളൊന്നും ഇല്ലെങ്കിലും കുഴപ്പമില്ല, ഐ മൈൻഡ് മൈ ബിസിനസ്. ഓക്കെ, ഞാൻ എൻ്റെ കാര്യം നോക്കിക്കോളാം, നിങ്ങളൊന്നും എൻ്റെ ജീവിതത്തിൽ ഇടപെടണ്ട, ഐ നോ വാട്ട് ടു ഡു എന്ന ചില സ്റ്റേറ്റ്മെൻറ്റ്സ് പറയും. അങ്ങനെ പറഞ്ഞു, ഞാൻ എന്നിൽ തന്നെ ആശ്രയിക്കുമ്പോൾ ഇത് ഒരു ബ്ലോക്കാണ്, ഞാൻ മതിയല്ലോ,
എനിക്ക് വേറെ ഒന്നും വേണ്ട, എൻ്റെ ജീവിതം ബ്യൂട്ടിഫുൾ, ഞാൻ നോക്കിക്കോളാം. ഓക്കെ, ഇങ്ങനെ ആയി. ഈ ഈ ഈ ഈ കുഞ്ഞിന് നമുക്കൊരു പേര് കൊടുത്താലോ? എന്ത് പേര് കൊടുക്കാം? വിചാരിക്കാൻ നമുക്ക് സുനു എന്ന് കൊടുക്കാം, സുനുമോൻ. ഓക്കെ, സുനുമോനാണിത്. ഇപ്പോൾ രണ്ടാമത്തെ ക്ലാസ് പാവം ക്ലാസ്. ഇതിന് പ്രത്യേകിച്ച് അമ്മയ്ക്കും പപ്പയ്ക്കും കാശും അങ്ങനെ അധികമായിട്ടില്ല, വലിയ സ്കൂളിലൊന്നും വിടുന്നില്ല. സാധാരണ കിട്ടുന്ന കാര്യങ്ങൾ വെച്ച് ഓണം പോലെ ഉഷാറായിട്ട് ആഘോഷിക്കുന്ന കുഞ്ഞ്. ആ കുഞ്ഞിന് പക്ഷെ ഒരു കാര്യമുണ്ട്, ദൈവത്തിൽ ഭയങ്കര വിശ്വാസം. ഓക്കെ, എൻ്റെ അപ്പൻ എന്നെക്കാളും വലുതായ സ്വർഗത്തിൽ അപ്പനാണ്, അപ്പൻ എന്നെ നോക്കിക്കോളും, അങ്ങനെ ഭയങ്കര വിശ്വാസമാണ്. അപ്പോൾ ഈ ക്യൂട്ടായിട്ട് ചിരിക്കുന്ന സംഭവം കുഞ്ഞിനുള്ളൂ. ഓക്കെ, നല്ല ഉഷാറായിട്ട് ചിരിക്കുന്ന ഒരു കുഞ്ഞ്. അപ്പോൾ ഈ കുഞ്ഞിൻ്റെ പ്രത്യേകത എന്താ? ഇവന് നമുക്കൊരു പേര് കൊടുക്കാം. ഇതാരാ? സുനുമോൻ. അപ്പോൾ ഇത് സുനിക്കുട്ടിയാക്കിയാലോ? അല്ലേ? ഇത് സുനിക്കുട്ടിയും അത് സുനുമോനും ഒക്കെ വിചാരിക്കുക. അപ്പോൾ ഈ കുഞ്ഞിന് പ്രത്യേകിച്ച് കാര്യങ്ങളൊന്നും കൊടുക്കുന്നില്ല, പക്ഷെ എങ്കിലും ഭയങ്കര വിശ്വാസം. ഓക്കെ, ഉദാഹരണത്തിന് നമ്മൾ കാണില്ലേ, സങ്കീർത്തനം 27:10 പറയുന്നുണ്ട്, പപ്പയെ അമ്മയെ എന്നെ ഉപേക്ഷിച്ചാലും കർത്താവ് എന്നെ കൈക്കൊള്ളും. എങ്ങനെയാ? അപ്പോൾ സിസ്റ്റർ ഒരു ആക്ഷൻ കാണിച്ചു തരാം, നമുക്ക് ഒന്നിച്ച് ചെയ്യാം. പപ്പയെന്ന് പറയുമ്പോൾ പപ്പയ്ക്ക് മീശയില്ലേ? വീട്ടിലെ പപ്പമാർക്ക് സാധാരണഗതിയിൽ മീശ കാണും. ഒക്കെ അപ്പോൾ ഒരു കൈ പുറകെ വെച്ചിട്ട് പപ്പയും അമ്മ കുളിച്ചിട്ട് ഇങ്ങനെ മുടി തോർത്തത്തില്ലേ, അതുപോലെ. അപ്പോൾ നമുക്ക് ഒന്നിച്ച് ചെയ്യാം. പപ്പയും അമ്മയും ഉപേക്ഷിക്കുക എന്ന് പറഞ്ഞാൽ എന്താ? നമ്മൾ മാറ്റി വയ്ക്കുന്നു. എനിക്കിത് വേണ്ട, എനിക്ക് കാണണ്ട കേൾക്കണ്ട എന്ന് പറഞ്ഞ് നമ്മൾ അങ്ങ് മാറ്റി വയ്ക്കുന്നു. ഓക്കെ, ഉപേക്ഷിക്കുക, വീണ്ടും തിരിച്ചെടുക്കാത്ത വിധം മാറ്റി വയ്ക്കുന്നതാണ്. അപ്പം ഇങ്ങനെ ഉപേക്ഷിക്കുക എന്ന് പറഞ്ഞാൽ ഇങ്ങനെ വലിച്ചങ്ങ് എറിയണം. ഓക്കെ, ഇതുപോലെ കാണിക്കണം. ഉപേക്ഷിച്ചാലും കർത്താവ്, അത്യുന്നതനായ ദൈവം എപ്പോഴും മുകളിലല്ലേ, നമ്മളിങ്ങനെയല്ലേ പ്രാർത്ഥിക്കാറ്, അത്യുന്നതനായ ദൈവം എന്നെ കൈക്കൊള്ളും. എങ്ങനെയുണ്ട്? നമുക്കൊന്നിച്ച് ചെയ്യാം. പപ്പയും അമ്മയും എന്നെ ഉപേക്ഷിച്ചാലും കർത്താവ് എന്നെ കൈക്കൊള്ളും. അപ്പോൾ ഇതാണ് നമ്മുടെ സുനിമോളുടെ പ്രാർത്ഥന. ഒക്കെ എപ്പോഴും പ്രാർത്ഥിക്കും. മാത്രമല്ല പറയും, കർത്താവേ കണ്ണിലെ കൃഷ്ണമണി പോലെ എന്നെ കാത്തുകൊള്ളണമേ, അങ്ങയുടെ ചിറകിൻ്റെ നിഴലിൽ എന്നെ മറച്ചു കൊള്ളണമേ. ഇങ്ങനെ എപ്പോഴും ഒരു ശ്വാസം എടുക്കുന്നത് പോലെയാണ് കുഞ്ഞിൻ്റെ പ്രാർത്ഥന. ദൈവമായിട്ട് ഭയങ്കര കണക്ഷനാണ്, വൈഫൈ കണക്ഷൻ പോലെ ഭയങ്കര സ്ട്രോങ് ആണ്. അപ്പോൾ വിചാരിക്കാം, ഇതെന്നാ തുറന്നാണല്ലോ ഇരിക്കുന്നത്, മറ്റേതാണെങ്കിൽ കവറിട്ട് പൂട്ടി ഞാൻ എൻ്റെ കാര്യം നോക്കിക്കോളാം, എനിക്ക് ആരുടെയും സഹായം വേണ്ട. ഈ ആറ്റിറ്റ്യൂഡാണ് ഈ സുനുമോന്. ഇത് സുനിക്കുട്ടി അങ്ങനെയല്ല, എനിക്ക് ദൈവം തന്നാലേ ഉള്ളൂ, അപ്പാ എനിക്ക് നീയേ ഉള്ളൂ. ഇങ്ങനെ സർവവും തുറന്ന് ഓപ്പൺ ചെയ്ത് തമ്പുരാൻ്റെ മുമ്പിൽ വെക്കുന്ന ഒരു കുഞ്ഞുകുട്ടി. അപ്പോൾ വിചാരിക്കുക, നമ്മുടെ സ്വർഗത്തിലെ അപ്പനാരാ? ജീവനുള്ള ദൈവമാണ്, കാണുന്ന ദൈവമാണ്, അല്ലേ? ചിരിക്കുന്ന ദൈവമാണ്. നമ്മളെ ഉഷാറായിട്ട് ഇങ്ങനെ ക്യാമറ കണ്ണുകൾ പോലെ നോക്കി പരിരക്ഷിക്കുന്ന ദൈവമാണ് നമുക്കുള്ളത്. അപ്പോൾ ഈ സ്വർഗത്തിൽ അപ്പം കാണുവാണ്, എൻ്റെ കൊച്ച് കണ്ടില്ലേ എന്നെ എപ്പോഴും വിളിക്കുന്നത്. അപ്പോൾ ദൈവം വിചാരിച്ചു, ഇങ്ങനെ വന്നു നോക്കി കണ്ടു. എന്നിട്ട് ദൈവം റിസോഴ്സ്ഫുൾ ആണല്ലേ. ഓക്കെ, നമ്മൾ വെള്ളവുമായിട്ട് ബന്ധപ്പെട്ട വചനം അറിയോ? നമ്മൾ രക്ഷയുടെ കിണറ്റിൽ നിന്ന് ഞാൻ സന്തോഷത്തോടെ വെള്ളം കോരിക്കൊടുക്കും, ഏശയ്യ 12:3. പിന്നെ പുതിയ നിയമത്തിൽ യോഹന്നാൻ്റെ സുവിശേഷത്തിൽ നമ്മൾ വീണ്ടും കാണും 7:37 തിരുനാളിൻ്റെ അവസാന ദിവസം ഈശോ എഴുന്നേറ്റ് ശബ്ദമുയർത്തി പറഞ്ഞു, നിങ്ങൾക്കാർക്കെങ്കിലും ദാഹിക്കുന്നുവെങ്കിൽ എൻ്റെ അടുക്കൽ വരട്ടെ, വിശുദ്ധ ലിഖിതം പ്രസ്താവിക്കുന്നത് പോലെ ജീവജലത്തിൻ്റെ അരുവി ഒഴുകും. ഓക്കെ, അപ്പോൾ ഇതാണ് ജീവജലം തരാൻ വേണ്ടി ദൈവം ഈ മോളുടെ മുന്നിൽ വന്നു. എന്നിട്ട് നോക്കിയിട്ട് എന്നാ പറഞ്ഞ, കുഞ്ഞ് എപ്പോഴും പ്രാർത്ഥിക്കില്ലേ, ദൈവം ആ ജീവജലം ഇങ്ങനെ പകർന്നു കൊടുത്തു. ഓക്കെ, കുഞ്ഞ് പറയണേ, എൻ്റെ ദൈവമേ നീ തന്നാലേ എനിക്കുള്ളൂ, നീ ഇല്ലാതെ എനിക്കൊന്നുമില്ല, എന്നെ നിറയ്ക്കണമേ, എന്നെ ഉപയോഗിക്കണമേ എന്നെപ്പോഴും പ്രാർത്ഥന. ദൈവം പ്രാർത്ഥന കേട്ടു, തുറന്നിരിക്കുന്ന കുഞ്ഞിൻ്റെ ജീവിതത്തിലേക്ക് അകത്തേക്ക് പകർന്നു. ഓക്കെ, അകത്തെന്താണോ ഉള്ളത് അതാണ് നമ്മളെ ഡിമാൻഡാക്കി മാറ്റുന്നത്, അല്ലേ? പുറത്തുള്ള കുപ്പായവും ഈ സൗന്ദര്യമൊന്നും അല്ല, നമ്മുടെ ഉള്ളിലുള്ളത്, നമ്മുടെ നല്ല നല്ല ചിന്തകൾ, സ്വഭാവം, കരുണ, ദയ, എളിമ, ഇതൊക്കെയാണ് നമ്മളെ കുറച്ചുകൂടി ഡിമാൻഡാക്കി മാറ്റുന്നത്, അറിവ്, ജ്ഞാനം. ഓക്കെ, അപ്പം നിറച്ചു. ഇനി വിചാരിക്കാം, എൻ്റെ കുഞ്ഞ്, എൻ്റെ മുമ്പിലിരിക്കുന്ന കുഞ്ഞ് ഒരു യാത്ര പോയി. ഓക്കെ, ഒരു യാത്ര പോയി. എവിടെയാ? കൊച്ചിയിൽ നിന്ന് കോഴിക്കോട് ഒരു യാത്ര. ഈ യാത്രയിൽ നമ്മൾ ഭക്ഷണം കഴിച്ചില്ല, വെള്ളം കുടിച്ചില്ല, ഒക്കെ നമുക്കൊന്നും കിട്ടിയില്ല. അപ്പോൾ ഇവിടെ വരുമ്പോൾ നിങ്ങൾ കാണുന്നുണ്ട് 2 ഗ്ലാസ് ഇരിപ്പുണ്ട്. ഓക്കെ, സുന്ദരമായ 2 ഗ്ലാസ് ഓക്കെ ഇരിക്കുവാണ്. എൻ്റെ കുഞ്ഞ് വരുമ്പോൾ ഏത് ഗ്ലാസ് എടുത്ത് ഉപയോഗിക്കും? 2 ഗ്ലാസ് ഉണ്ട്. ഒന്ന് കാലി ഗ്ലാസ് ആണ്, ഒന്ന്
നിറഞ്ഞ് തുളുമ്പി ഇരിക്കുന്ന കണ്ടൻറ്റ് ഫുള്ളാണ് ഒക്കെ നിറഞ്ഞിരിക്കുന്ന റിച്ചായിട്ടുള്ള ഗ്ലാസ്. അപ്പോൾ യാത്ര കഴിഞ്ഞ് ഇവിടെ ഓടി വരുമ്പോൾ നമ്മൾ ഭക്ഷണവും വെള്ളമൊന്നും കഴിച്ചിട്ടില്ല. അപ്പം വരുമ്പോൾ ഏത് ഗ്ലാസ് എടുത്ത് നമ്മൾ ഉപയോഗിക്കും, നമ്മളെ ദാഹം ശമിപ്പിക്കും. ഓക്കെ, സിസ്റ്റർ ആണെങ്കിൽ എന്നാ ചെയ്യുക, ഓടി ഒന്ന് വാ എന്ന് പറഞ്ഞു, എത്ര നേരമായി, ഒരാശ്വാസം, ഇങ്ങനെ കുടിക്കും. അതോ കാലി ഗ്ലാസ് നോക്കി വാവ് എന്ത് രസം എന്ന് പറയോ? വല്ലപ്പോഴും പറയുമായിരിക്കും, എങ്കിലും ഉപയോഗിക്കുന്ന ഈ ഗ്ലാസ് ആയിരിക്കും. എൻ്റെ മക്കളെ, അപ്പം നമുക്കിതുപോലെ നല്ല ഭംഗിയുണ്ട്, പക്ഷെ ആരും നോക്കുന്നില്ല, ആരും എടുക്കുന്നില്ല. 1-2 തവണ എടുത്ത് വാവ് ക്യൂട്ട് എന്ന് പറയും. എപ്പോഴും എടുത്ത് നമ്മൾ പറയോ? ഇല്ല അല്ലേ? ക്രമേണ ഇതിങ്ങനെ മാറി നമ്മൾ ഷോക്കേസിൽ നല്ല ഭംഗിയുള്ള ഗ്ലാസ് ആയിട്ട് അവിടെ ഇരിക്കും. കുറേ കഴിഞ്ഞ് പൊടിയൊക്കെ അടിച്ച് അതൊരു മൂലക്കിരിക്കും. ഇതാണെങ്കിലോ എപ്പോഴും ഉപയോഗിക്കുന്നു. ഇനി ആരെങ്കിലും വന്നാൽ അവർക്ക് ദാഹം ഉണ്ടെങ്കിലും വീണ്ടും നമ്മൾ കൊടുക്കും. കാരണം ദൈവത്തിൻ്റെ മുമ്പിൽ എപ്പോഴും തുറന്നു വെച്ചിരിക്കണോണ്ട് ദൈവം ഇങ്ങനെ നമ്മളെ ഒഴിച്ചൊഴിച്ച് നമ്മളെ ഫില്ലാക്കി, ക്യൂട്ടാക്കി, ഡിമാൻഡഡ് ആക്കി, ഗ്രേസ്ഫുൾ ആക്കി, റിച്ച് ആക്കി മാറ്റും. ഓക്കെ, അപ്പോൾ എൻ്റെ മക്കളെ നമുക്ക് ഇതുപോലെ ആകണം അല്ലേ? ഇനി ഒരു കാര്യം കൂടി, നമ്മൾ സാധാരണ പറയില്ലേ, കാശ് കൊടുത്താൽ നമുക്ക് എന്തൊക്കെ കിട്ടും? കാശ് കൊടുത്താൽ ഈ ലോകത്ത് നമുക്ക് എന്തൊക്കെ കിട്ടും? ചുമ്മാ എന്ന് പറഞ്ഞേ, ഒന്ന് ചിന്തിച്ച് നോക്കിയേ. ചെരുപ്പ് കിട്ടും, ഡ്രസ്സ് കിട്ടും അല്ലേ, മൊബൈൽ കിട്ടും, TV കിട്ടും, വാഹനം കിട്ടും, മരുന്ന് കിട്ടും, എന്ത് വേണോ കിട്ടും. എന്നാൽ ചില സാധനങ്ങൾ കാശ് കൊടുത്താൽ കിട്ടാത്ത സാധനങ്ങളുണ്ട്. ഓക്കെ, കാശ് കൊടുത്ത് കിട്ടാൻ നമുക്ക് ജ്ഞാനം, അറിവ് ലോകം തരും, ഡേറ്റ നമുക്ക് തരും. പക്ഷേ ജ്ഞാനം, എന്ത് ചെയ്യണം, എന്ത് ചെയ്യരുത്, ഏതെടുക്കണം, ഏതെടുക്കരുത്, ഏത് ചേർത്ത് വെക്കണം, ഏത് അകറ്റി വെക്കണം എന്ന് നമുക്ക് പറഞ്ഞു തരുന്ന ജ്ഞാനം, അത് മുകളിൽ നിന്ന് വരണം. ജ്ഞാനം, സന്തോഷം, സ്വസ്ഥത, സമാധാനം, ആശ്വാസം, ഇങ്ങനത്തെ കുറച്ച് കാര്യങ്ങൾ കാശ് കൊടുത്താലും കിട്ടത്തില്ല. അപ്പോൾ അതാര് തരും? നമ്മുടെ ദൈവം ഈശോപ്പ് തരും. അപ്പോൾ ഈശോയെ ചേർത്ത് പിടിക്കണം. അപ്പോൾ ഇനി ഈശോയെ ചേർത്ത് പിടിക്കാനുള്ള ഒരു കുഞ്ഞ് കാര്യം പറയട്ടെ, ഒരു ഹോംവർക്ക് ചെയ്യോ? ഓക്കെ, നമുക്ക് ഒന്നിച്ച് ചെയ്യാം. ഉദാഹരണത്തിന് നമ്മളെ സഹായിക്കാൻ വേണ്ടിയുള്ള ആളാരാണ്? പരിശുദ്ധാത്മാവായ ദൈവം. അപ്പോൾ പരിശുദ്ധാത്മാവ് മക്കളെ 2 കൈ തലയിൽ വെച്ചിട്ട് നമ്മൾ എണ്ണ തേക്കില്ലേ, തല കുളിച്ച് കഴിഞ്ഞിട്ട് തോർത്ത്, അപ്പോഴൊക്കെ ഈ തല തൊടുമ്പോഴൊക്കെ പറയണം, ഈശോയെ, പരിശുദ്ധാത്മാവെ, ആനന്ദത്തിൻ്റെ തൈലം കൊണ്ട് അഭിഷേകം ചെയ്യണം. ഓക്കെ, നമ്മൾ തലയിൽ എണ്ണയൊക്കെ തേക്കുന്നത് പോലെ തല തൊട്ടിട്ട് പറയണം, പരിശുദ്ധാത്മാവെ, ആനന്ദത്തിൻ്റെ തൈലം. ഓക്കെ, ഇത് സ്വർഗത്തിന് മാത്രമേ തരാൻ പറ്റൂ, ഈ സ്പെഷ്യൽ തൈലം. ഓക്കെ, ആനന്ദത്തിൻ്റെ തൈലം കൊണ്ട് എന്നെ പുരട്ടണമേ. ഓക്കെ, ഇനി ആ കൈ നേരെ എടുത്ത് നെറ്റിയിലോട്ട് വരണം. ഉണ്ടോ? നെറ്റി. ഈ നെറ്റിയിൽ കുരിശ് വരച്ചിട്ട് പറയണം, പിതാവിൻ്റെയും പുത്രൻ്റെയും തിരുനാമം ആലേഖനം ചെയ്യണമേ. അപ്പോൾ എൻ്റെ നെറ്റിയിൽ എഴുതി ഒട്ടിക്കേണ്ടതെന്ന്, ഞാൻ പിതാവിൻ്റെ കൊച്ചാണ്, പുത്രൻ്റെ കൊച്ചാണ്. അപ്പം പിതാവിൻ്റെയും പുത്രൻ്റെയും തിരുനാമം ആലേഖനം ചെയ്യണം. ഓക്കെ, എന്നാലും മുഖം, നമ്മുടെ മുഖം സുന്ദരമായ മുഖമല്ലേ? അപ്പോൾ ഈ മുഖത്തെ തൊട്ടിട്ട് ഇങ്ങനെ കൈവച്ചിട്ട് പറയണം, പരിശുദ്ധാത്മാവെ, എൻ്റെ മുഖം ദൈവത്തിൻ്റെ മുഖം പോലെ ആക്കണമേ. ദൈവത്തിൻ്റെ മുഖം നല്ല ക്യൂട്ടല്ലേ, പ്രസാദമുള്ളതാണ്, ഗ്രേസ്ഫുൾ ആണ്. ഇതുപോലെ നമ്മുടെ മുഖവും ഗ്രേസ്ഫുള്ളായി മാറണം. ഓക്കെ, എന്നെയാണ് ചെവിയിൽ കൈവച്ചിട്ട് വരാം, പരിശുദ്ധാത്മാവായ ദൈവമേ, വചനം ശ്രവിക്കാൻ എൻ്റെ ചെവികളെ തുറക്കണം. ഓക്കെ, വചനം ശ്രവിക്കാൻ, വചനം കേൾക്കുമ്പോൾ നമുക്ക് ഇഷ്ടം ഉണ്ടാവണം ഇല്ലേ, താല്പര്യം ഉണ്ടാവണം, ഇല്ലെങ്കിൽ നമ്മൾ പോകും ആ സ്ഥലത്ത് നിന്ന്. അതുകൊണ്ട് അങ്ങനെ ആവരുത്. വചനം കേൾക്കുമ്പോൾ ഇഷ്ടത്തിന് വേണ്ടി ഇതൊന്ന് തുറക്കണമേ. ഇനി അടുത്ത് കണ്ണ്. ഓക്കെ, നമ്മുടെ കണ്ണിൽ തൊട്ടിട്ട് പറയണം, പരിശുദ്ധാത്മാവെ, എൻ്റെ കണ്ണുകളെ പ്രകാശിപ്പിക്കണമേ. ഓക്കെ, അപ്പം പഠിച്ചോ ഇത്രയും? തലയെ തൊടുമ്പോൾ എന്ത് പറയും? ആനന്ദത്തിൻ്റെ തൈലം കൊണ്ട് അഭിഷേകം ചെയ്യണേ. ആരുടെ അടുത്താ പ്രാർത്ഥിക്കുന്നത്? പരിശുദ്ധാത്മാവിൻ്റെ അടുത്ത്. ഓക്കെ, അടുത്ത കണ്ണിൽ കൈവയ്ക്കുമ്പോഴോ പ്രകാശിപ്പിക്കണം. കാതിൽ കൈവയ്ക്കുമ്പോൾ കാതുകളെ തുറക്കണം, ശ്രവിക്കാൻ വേണ്ടി, വചനം ശ്രവിക്കാൻ വേണ്ടി തുറക്കണം. ഓക്കെ, മുഖത്തിൽ വെക്കുമ്പോൾ പരിശുദ്ധാത്മാവെ, എൻ്റെ മുഖം ദൈവത്തിൻ്റെ മുഖം പോലെ ആക്കണേ. ഓക്കെ, ഇനി നമ്മൾ നാവ്, നമ്മുടെ ചുണ്ട് ഇവിടെ വയ്ക്കുമ്പോൾ നമ്മൾ പറയും, ദൈവസ്തുതികൾ ആലപിക്കാൻ എൻ്റെ അധരം തുറക്കണമേ. ഇത് അധരം എന്നാണ് പറയണത്. ഓക്കെ, ഈ അധരം, നാവ്, എൻ്റെ അധരം ചലിപ്പിക്കണമേ, തുറക്കണമേ. എന്തിനാ? ദൈവസ്തുതികൾ ആലപിക്കാൻ. ഓക്കെ, പിന്നെ അടുത്തതിലോട്ട് വരിക. നമ്മൾ സുന്ദരമായ മാലയൊക്കെ ഇടില്ലേ, അപ്പോൾ നമ്മുടെ ഈശോട് പറയുന്നു, പരിശുദ്ധാത്മാവായ ദൈവമേ, എൻ്റെ കഴുത്തിൽ ജ്ഞാനത്തിൻ്റെ ചങ്ങല, ചെറിയ നൂല് പോലുള്ള മാല നമുക്ക് വേണ്ട, ചങ്ങല തന്നെ വേണം, ജ്ഞാനത്തിൻ്റെ ചങ്ങല വേണം. ഹൃദയത്തിലോ ദൈവസ്നേഹം കൊണ്ട് നിറയ്ക്കണം. നമ്മുടെ വയറിലോ, നമ്മൾ ഭക്ഷണം കഴിച്ച് വയറ് വീർപ്പിക്കുന്നത് പോലെ നമ്മൾ പറയുന്നത്, ദൈവമേ, വചനം ഭക്ഷിച്ച് എൻ്റെ വയറ് വചനം കൊണ്ട് നിറയ്ക്കണം. ഓക്കെ, നമ്മുടെ ലൈംഗികതയും ലൈംഗിക അവയവങ്ങളെയും വിശുദ്ധീകരിക്കണമേ.
എൻ്റെ ശരീരം ദൈവത്തിൻ്റെ ആലയമാക്കി മാറ്റണമേ. തൽക്കാലം ഇത്രയും പറയില്ലേ, മറക്കോ? അപ്പോൾ ഒന്നും കൂടി നമുക്ക് ആവർത്തിക്കാം. വീട്ടിലെ പപ്പയ്ക്കും അമ്മയ്ക്കും ചേട്ടനും ചേച്ചിക്കും ഒക്കെ പറഞ്ഞു കൊടുക്കണം കേട്ടോ. അവർ നിറയട്ടെ, ദൈവത്തിൻ്റെ കുഞ്ഞായി മാറട്ടെ. ഓക്കെ, അപ്പോൾ മക്കളെ തലയിൽ കൈവച്ചിട്ട് എന്ത് പറയും? ആനന്ദത്തിൻ്റെ തൈലം കൊണ്ട് നിറയ്ക്കണമേ പരിശുദ്ധാത്മാവേ. നെറ്റിയിൽ വെച്ചിട്ടോ പിതാവിൻ്റെയും പുത്രൻ്റെയും തിരുനാമം ആലേഖനം ചെയ്യണമേ. കണ്ണിലോ എൻ്റെ കണ്ണുകളെ പരിശുദ്ധാത്മാവെ പ്രകാശിപ്പിക്കണമേ. കാതുകൾ വചന ശ്രവണത്തിനായി, വചന ശ്രവിക്കാനായി ഇതൊന്ന് തുറന്നു തരണമേ. മുഖത്തിൽ ദൈവമേ എൻ്റെ മുഖം ദൈവത്തിൻ്റെ മുഖം പോലെ ആക്കണമേ. കൈ പറയണം കേട്ടോ, കൈ ഈശോയുടെ കരം പിടിക്കുന്ന കൃപ തരണമേ. പിന്നെന്തോ അധരം ദൈവസ്തുതികൾ ആലപിക്കാൻ എന്നെ പ്രാപ്തയാക്കണമേ. കഴുത്ത് ജ്ഞാനത്തിൻ്റെ ചങ്ങല കൊണ്ട് അണിയിക്കണമേ. ഹൃദയം ദൈവസ്നേഹം കൊണ്ട് നിറയ്ക്കണമേ. എൻ്റെ വയറ് വചനം ഭക്ഷിച്ച് വചനം കൊണ്ട് എൻ്റെ ഉദരം നിറയ്ക്കണമേ. എൻ്റെ ലൈംഗിക അവയവങ്ങളെ വിശുദ്ധീകരിക്കണമേ. എൻ്റെ ശരീരം ദൈവത്തിൻ്റെ ആലയമാക്കി മാറ്റണമേ. ഇങ്ങനെ നമുക്ക് പ്രാർത്ഥിച്ച് ഇതുപോലെ നമ്മൾ നിറഞ്ഞിരിക്കണം, എപ്പോഴും നിറഞ്ഞിരിക്കണം. ആര് വന്നാലും, മനുഷ്യർക്ക് മാത്രമല്ല, ഈ വെള്ളം സിസ്റ്റർ തറയിൽ ഒഴിച്ചാലോ പ്രകൃതിയും തണുക്കും, ചെടികൾ വരും, മുളയ്ക്കും, അത് പടർന്ന് പന്തലിച്ച് വൃക്ഷമായി കായ്കളും പഴങ്ങളും പൂക്കളും ഒക്കെ തരും അല്ലേ. അപ്പം അതുപോലെ ആർക്കും നമ്മളെ കണ്ടാൽ പ്രയോജനപ്പെടണം. അങ്ങനെയുള്ള ഒരു ദൈവത്തിൻ്റെ പൈതലായി വളരാൻ നമുക്കിത് ചെയ്യാം. ഓക്കെ, സ്വർഗം നമുക്ക് ഒരു ബെസ്റ്റ് ഫ്രണ്ട് തന്നിട്ടുണ്ട്. ഫ്രണ്ട്സ് ഉണ്ടോ നിങ്ങൾക്ക്? കൂട്ടുകാരുണ്ടോ? ഉണ്ടല്ലേ. നമുക്ക് സ്കൂളിലുണ്ട്, ട്യൂഷൻ ക്ലാസ്സിലുണ്ട്, പള്ളിയിലുണ്ട്, വീട്ടിലുണ്ട്, നമ്മുടെ കസിൻസ് ബന്ധുക്കൾ വരുമ്പോൾ അവരുടെ ഇടയിൽ, അങ്ങനെ നമുക്ക് ഒത്തിരി ഫ്രണ്ട്സ് ഉണ്ട്. നമ്മളുണ്ടാക്കിയ ഫ്രണ്ട്സ്, അല്ലെങ്കിൽ നമുക്ക് ലോകം തരുന്ന ഫ്രണ്ട്സ്. എന്നാൽ സ്വർഗം നമുക്കൊരു അടിപൊളി ഫ്രണ്ടിനെ തന്നിട്ടുണ്ട്. അറിയോ നിങ്ങൾക്ക്? സ്വർഗം തന്ന ഏറ്റവും ബെസ്റ്റ് ഫ്രണ്ട്. ഈ ഫ്രണ്ടിനെ പറ്റി വചനം പറയുന്നത് എന്താ? തൻ്റെ നാമത്തിൽ പിതാവ് അയക്കുന്ന സഹായകനായ പരിശുദ്ധാത്മാവ് നിന്നെ എല്ലാ കാര്യങ്ങളും പഠിപ്പിക്കും. എല്ലാം എന്ന് പറയുമ്പം കെമിസ്ട്രി മാത്രമായിരിക്കോ, സയൻസ് മാത്രമായിരിക്കോ, EVSും കമ്പ്യൂട്ടറും മലയാളവും ഇംഗ്ലീഷും മാത്രമായിരിക്കില്ല. നമ്മളെ പഠനത്തിൽ സഹായിക്കും, മാത്രമല്ല ജീവിക്കാൻ നമ്മളെ സഹായിക്കും. സന്തോഷത്തോടെ, നേരത്തെ സൂചിപ്പിച്ചതുപോലെ ആനന്ദത്തോടെ ജീവിക്കാൻ പരിശുദ്ധാത്മാവ് നമ്മളെ സഹായിക്കും. ഓക്കെ, അപ്പോൾ എങ്ങനെ ജീവിക്കണം, ആരോട് എന്ത് സംസാരിക്കണം, എങ്ങനെയാണ് നല്ല നല്ല മയമുള്ള വാക്കുകൾ പറയാൻ സഹായിക്കും. നമ്മളെ നിപ്പ്, നടപ്പ്, സംസാരം, രീതികൾ, സ്വഭാവം എല്ലാം ഈ പരിശുദ്ധാത്മാവിൻ്റെ കയ്യിൽ കൊടുത്താൽ പരിശുദ്ധാത്മാവ് നമ്മളെ സഹായിക്കും. അപ്പം നമ്മൾ ചെയ്യേണ്ടത് എന്താ? ഓക്കെ, ഈ നമ്മൾ സ്വർഗം തന്ന ഫ്രണ്ടാണല്ലോ. ഈ ഫ്രണ്ട് ഇപ്പോൾ നമ്മൾ നേരത്തെ കണ്ടതുപോലെ നമ്മുടെ ജീവിതം, ഈ ജീവിതം എടുത്ത് നമ്മൾ കൊടുക്കുന്നു. പരിശുദ്ധാത്മാവേ, നീ നോക്കിക്കൊള്ളണേ, നീയാണ് എൻ്റെ ഏറ്റവും ബെസ്റ്റ് ഫ്രണ്ട്. അങ്ങയുടെ കൈകളിൽ എപ്പോഴും സുരക്ഷിതമാണെന്ന് എനിക്കറിയാം. എന്നെ ഒന്ന് ചേർത്ത് പിടിക്കണേ. ചേർത്ത് പിടിക്കണേ എങ്ങനെയാണ് മക്കളെ? ചേർത്ത് ഇങ്ങനെയെല്ലാം ചേർത്ത് പിടിക്കും. ഇതുപോലെ തന്നെ ചേർത്ത് പിടിക്കണം. ഇങ്ങനെ നമുക്ക് ഡിസ്റ്റൻസ് ഇട്ട് നിൽക്കാം, അടുത്ത് നിൽക്കാം. നമ്മൾ പരിശുദ്ധാത്മാവിൻ്റെ അടുത്ത് നിൽക്കണമെന്നല്ല പറയുന്നത്. പരിശുദ്ധാത്മാവെ എന്നെ ഇങ്ങനെ ചേർത്ത് പിടിക്കണം അല്ലേ? കണ്ടിട്ടില്ലേ നമ്മൾ അമ്മയും പപ്പയൊക്കെ ഇങ്ങനെ ചേർത്ത് ഇറുക്കി പിടിക്കുന്നത്? സ്നേഹം കൂടുമ്പോൾ ഇങ്ങനെ നമ്മൾ ഇറുക്കി പിടിക്കും. അതുപോലെ പരിശുദ്ധാത്മാവെ ചേർത്ത് പിടിക്കണമെന്ന് പറഞ്ഞ് നമ്മുടെ ജീവിതത്തെ, സുനിക്കുട്ടിയുടെ ജീവിതം അല്ലേ, സുനിക്കുട്ടിയെ പോലെ നമ്മളും കൊടുക്കുന്നു. ആരുടെ കയ്യിലാണ്? സ്വർഗം തന്ന ഏറ്റവും ബെസ്റ്റ് ഫ്രണ്ട്, ഓക്കെ, സഹായകനായ ദൈവം. ഇനി മറ്റൊരു വചനം പറഞ്ഞ പരിശുദ്ധാത്മാവിനെ പറ്റി. അവൻ വന്ന് പാപത്തെക്കുറിച്ചും നീതിയെക്കുറിച്ചും ന്യായവിധിയെക്കുറിച്ചും വെളിപ്പെടുത്തും. ഓക്കെ, യോഹന്നാൻ്റെ സുവിശേഷത്തിൽ പറയുന്നതാണ്. പാപം നമ്മുടെ ഒരു പ്രധാന പ്രശ്നം എന്തെന്നറിയാവോ മക്കളെ? നമുക്ക് എല്ലാം ഉണ്ട്, പക്ഷേ തെറ്റ് ചെയ്താൽ ഒരു കുറ്റബോധവും ഇല്ല. നിങ്ങൾക്ക് അങ്ങനെയുണ്ടോ? ഇല്ല അല്ലേ? നിങ്ങൾ നല്ല മിടുക്കരാണ്. സാധാരണഗതിയിൽ നമ്മൾ തെറ്റ് ചെയ്തു. ഫോർ എക്സാമ്പിൾ, നമ്മുടെ അമ്മാമ്മയെ നമ്മൾ അടിച്ചു, അല്ലെങ്കിൽ എടി പൊടി എന്നൊക്കെ വിളിച്ചു. അമ്മാമ്മയെ സ്നേഹത്തോടെയല്ലേ നമ്മൾ അഭിസംബോധന ചെയ്യണ്ടേ? അപ്പോൾ ഇവിടെ അമ്മാമ്മയ്ക്ക് കൊടുക്കേണ്ട ബഹുമാനം കൊടുക്കാതെ എടി പൊടി എന്നൊക്കെ വിളിച്ചാൽ നമുക്ക് പിന്നീട് ഒരു കുറ്റബോധം തോന്നണം. പാവം അമ്മാമ്മയെ വിഷമിപ്പിച്ചില്ലേ, അപ്പൂപ്പനെ ചവിട്ടാൻ പാടില്ലായിരുന്നു, അമ്മയെ പിച്ചാൻ പാടില്ലായിരുന്നു. അതൊക്കെ നമുക്ക് തെറ്റാണ്, ചെയ്യാൻ പാടില്ല. അഥവാ ചെയ്തു പോയാൽ നമുക്ക് തെറ്റാണ്, അമ്മയെ സോറി, ഞാനിനി ആവർത്തിക്കത്തില്ല എന്ന് പറഞ്ഞ് അമ്മയെ ചേർത്ത് പിടിക്കാനുള്ള ഒരു കുറ്റബോധം നമുക്കില്ല. അപ്പോൾ പരിശുദ്ധാത്മാവ് ഈ ഫ്രണ്ട് വന്നു കഴിയുമ്പം പാപം നമ്മൾ ചെയ്യുന്നത് തെറ്റാണോ ശരിയാണോ എന്നുള്ളത് നമ്മളെ പഠിപ്പിക്കും. ലോകം നമുക്ക് കുറേ കാര്യങ്ങൾ ഇങ്ങനെ കാണിച്ചു തരും അല്ലേ? മിന്നുന്നതെല്ലാം
പൊന്നെന്നുള്ള രീതിയിലാണ് അല്ലേ? ലോകം അങ്ങനെയല്ലേ പഠിപ്പിക്കുന്നത്? നമ്മൾ എന്തെടുത്താലും ബെസ്റ്റാണെന്നാണ് പറയുന്നത്. കൊള്ളൂല, അത് ചീത്താണ്, മോശമാണ്, മാറ്റി വെക്കണമെന്ന് പറഞ്ഞ് നമ്മൾ അധികം കേൾക്കാറില്ല. എവിടെ പോയാലും ഇത് ബെസ്റ്റാണ്, ഇത് നല്ലതാണ്, ഇത് ഏറ്റവും ബെസ്റ്റാണെന്ന് പറഞ്ഞ് അവതരിപ്പിക്കും. പക്ഷെ പരിശുദ്ധാത്മാവ് പറഞ്ഞേരും, എൻ്റെ കുട്ട ഇതാണ് കൊള്ളാവുന്നത്, ഇത് ശരിയല്ല. നമ്മൾ കൂട്ടുകൂടി കഴിയുമ്പോൾ ഉണ്ടല്ലോ, പരിശുദ്ധാത്മാവ് നമ്മളോട് സംസാരിക്കും. യേശയുടെ പുസ്തകത്തിൽ നമ്മൾ കണ്ടിട്ടില്ലേ, അതിലൊരു വചനം പറയുന്നുണ്ട്, നീ ഇടത്തോട്ടോ വലത്തോട്ടോ തിരിയുമ്പോൾ പിന്നിൽ നിന്ന് ഒരു സ്വരം കേൾക്കും, ഇതാണ് വഴി, ഇതിലേ പോവുക. ഓക്കെ, അപ്പം അങ്ങനെ പരിശുദ്ധാത്മാവ് നമ്മളെ ഒരുക്കും, കാണിച്ചു തരും. അങ്ങനെ നമ്മൾ എന്നാ ചെയ്യും? പരിശുദ്ധാത്മാവ് എന്ന് പറയുമ്പോൾ നമ്മളിതുപോലെ നല്ല ക്യൂട്ടാകില്ലേ? വീണ്ടും ഇങ്ങനെ ഒട്ടിച്ച് നമ്മളെ പരിശുദ്ധാത്മാവ് ക്യൂട്ടാക്കും. നമ്മൾ ക്യൂട്ടാവുന്നതല്ല, നമ്മൾ എത്ര ചെയ്താലും അതൊക്കെ നേരത്തെ സിസ്റ്റർ ഫസ്റ്റ് പറഞ്ഞില്ലേ, ദുർബലമാണ്, നമുക്ക് പറ്റില്ല. പക്ഷെ പരിശുദ്ധാത്മാവ് നമ്മളിങ്ങനെ കൂട്ടാക്കും. അതുകൊണ്ട് എൻ്റെ പ്രിയ മക്കളെ, നമ്മൾ പരിശുദ്ധാത്മാവിനോട് സംസാരിക്കണം, കൂട്ടുകൂടണം, പരിശുദ്ധാത്മാവിനോട് പറയണം, നീയാണ് എൻ്റെ ബെസ്റ്റ് ഫ്രണ്ട്, പരിശുദ്ധാത്മാവെ ചേർത്ത് പിടിക്കണേ. ഒരു ഉദാഹരണത്തിന്, നിങ്ങൾക്ക് ഒരു ക്ലാസ്സിലെ ഒരു കുട്ടിയെ ഇഷ്ടമാണ്, ഓക്കെ, ഒരു ഫ്രണ്ടുണ്ട്. ഈ ഫ്രണ്ടിനെ ഇഷ്ടമാണെങ്കിൽ എന്തൊക്കെ ചെയ്യും? ക്ലാസ്സിലെ ഒരു കുഞ്ഞിനെ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു, നിങ്ങളുടെ വൈബ് അനുസരിച്ച് പോകുന്ന കൂട്ടുകാരിയാണ് അല്ലെ കൂട്ടുകാരനാണ്. അപ്പോൾ ആ കുഞ്ഞിനെ ഏറ്റവും ബെസ്റ്റ് ഫ്രണ്ടാക്കാൻ എന്ത് ചെയ്യും? നമ്മൾ അടുത്ത് പോയി സംസാരിക്കും അല്ലേ? ഹലോ, ഹായ്, സുഖാണോ, എപ്പോഴാ വന്നേ, പഠിച്ചോ, ചോദിക്കില്ലേ? നമ്മൾ സംസാരിക്കും. പിന്നെ എന്താ ചെയ്യും? അടുത്ത് ആ കുഞ്ഞിരിക്കുന്നതിൻ്റെ അടുത്ത് പോയി നമ്മൾ 10 മൈൽ അകലെ പോയി ഇരിക്കുക അല്ലേ? നമ്മൾ ആ കുട്ടിയുടെ അടുത്ത് പോയി ഇരിക്കുന്നു, സംസാരിക്കുന്നു, കണ്ണി നോക്കി സംസാരിക്കുന്നു അല്ലേ? ഇനി ഞാൻ എന്തെങ്കിലും സ്പെഷ്യൽ കൊണ്ടുവന്നിട്ട് ഞാൻ പറയും, എന്തേ കണ്ടോ, എൻ്റെ സ്പെഷ്യൽ പാവയാണ്, നിനക്ക് തൊടണോ, ഒന്ന് തൊട്ടോ എന്ന് പറഞ്ഞ് തൊടാനും ഒക്കെ നമ്മൾ കൊടുക്കും. എന്ന് വെച്ചാൽ കയ്യിലുള്ളത് ഞാൻ ഷെയർ ചെയ്യും അല്ലേ? അപ്പോൾ അടുത്ത് പോവും, ചേർന്നിരിക്കും, കയ്യിലുള്ളത് കൊടുക്കും. പിന്നെ ഞാൻ പറയണോ, വരുമോ, നമുക്ക് ഒന്നിച്ച് അപ്പുറത്തെ ക്ലാസ്സിൽ ടീച്ചറിനെ കാണാൻ പോകാം അല്ലേ, വാഷ്റൂമിൽ പോകാം എന്ന് പറഞ്ഞ് ഇങ്ങനെ കൊണ്ട് നടക്കും അല്ലേ, കൈ പിടിക്കും. അപ്പോൾ ഭൂമിയിലെ ഒരു ഫ്രണ്ടിനെ നമ്മൾ ഇതുപോലെയൊക്കെ ചെയ്യുവാണെങ്കിൽ, നമ്മൾ വീട്ടിൽ കൊണ്ടുവന്ന് വീട്ടിൽ നിന്ന് എടുത്ത സ്പെഷ്യൽ സ്വീറ്റൊക്കെ കൊടുക്കും. അതുപോലെ ആ കൂട്ടുകാരനും തരും. ഇങ്ങനെ നമ്മളൊരു ബന്ധം സ്ഥാപിച്ച് എൻ്റെ ബെസ്റ്റ് ഫ്രണ്ട് ആക്കുന്നത് പോലെ, സ്വർഗത്തിലെ ഫ്രണ്ട് ബെസ്റ്റ് ഫ്രണ്ട് ആകണമെങ്കിൽ, ദൈവം തന്നു, അത് ഞാൻ ചേർത്ത് പിടിച്ച് എൻ്റേതാക്കി മാറ്റണമെങ്കിൽ നമ്മുടെ ഭാഗത്തു നിന്നും ചില കാര്യങ്ങൾ ചെയ്യണം. ഈ സെയിം കാര്യങ്ങൾ നമ്മളിപ്പം കണ്ടില്ലേ, ഇത് ചെയ്താൽ മതി. അപ്പോൾ എന്നാ ചെയ്യും? നമ്മൾ പറയുന്നു, പരിശുദ്ധാത്മാവെ എന്നെ സ്നേഹിക്കണമേ, എന്നെ ചേർത്ത് പിടിക്കണമേ, പരിശുദ്ധാത്മാവെ എന്നെ സ്വന്തമാക്കണേ. അമ്മയൊക്കെ ഇങ്ങനെ പിടിക്കത്തില്ലേ, സ്വന്തം എന്ന് പറഞ്ഞാൽ ഇതെൻ്റെയാണ്, എന്നെ സ്വന്തമാക്കണേ, എന്നെ ചേർത്ത് പിടിക്കണമേ, എൻ്റെ കൂടെ നടക്കണമേ പരിശുദ്ധാത്മാവെ, ഇവിടെ ഇരുന്ന് എന്നെ പഠിപ്പിക്കണമേ പരിശുദ്ധാത്മാവെ. ഇങ്ങനെ നമ്മൾ കണ്ടിന്യൂസ് ആയിട്ട് നമ്മൾ ബന്ധപ്പെടുന്നു. ഓക്കെ, പിന്നെ നമ്മൾ ഉറങ്ങുമ്പോഴും പഠിക്കുമ്പോഴും ഒക്കെ ഇങ്ങനെ ചേർത്ത് പിടിക്കുക. പരിശുദ്ധാത്മാവ് ഒന്ന് ചേർത്ത് പിടിച്ചേ, എനിക്ക് വിഷമം വരുവാണ്, സങ്കടം വരുവാണ്, എന്നെ ഒന്ന് താങ്ങി പിടിച്ചേ. ഇതുപോലെ മക്കളെ സംസാരിക്കണം. ഇനി ഇഷ്ടമാണെങ്കിൽ എന്നാ പറയണം? ഐ ലവ് യു പറയണം അല്ലേ? ചേട്ടന്മാരെ ചേച്ചിമാരെയൊക്കെ കണ്ടിട്ടില്ലേ, സ്നേഹം കൂടുമ്പോൾ അവർ മുഖത്ത് നോക്കി, കണ്ണിൽ നോക്കി അവർ പറയും ഐ ലവ് യു, എനിക്കിഷ്ടമാണ്. ഇതുപോലെ പരിശുദ്ധാത്മാവിനെ നോക്കി, പരിശുദ്ധാത്മാവെന്ന് പറയുമ്പോൾ ഈശോയുടെ അടുത്തും പറയാം, അവർ തമ്മിൽ പ്രശ്നം ശത്രുതയൊന്നുമില്ല. ഈശോയെ വിളിച്ചാലും പരിശുദ്ധാത്മാവ് വരും, പരിശുദ്ധാത്മാവ് വിളിച്ചാലും ഈശോയും സ്വർഗത്തിലെ പപ്പയും സ്വർഗീയ പിതാവും ഒക്കെ വരും, മാലാഹമാരൊക്കെ നമ്മളെ സഹായിക്കും. ഓക്കെ, അവർ തമ്മിൽ പ്രശ്നമില്ല, കട്ടിസിട്ട് പോകത്തില്ല. ഓക്കെ, അപ്പോൾ ഇങ്ങനെ പ്രാർത്ഥിക്കണം, പരിശുദ്ധാത്മാവെ എന്നെ ചേർത്ത് പിടിക്കണേ, പരിശുദ്ധാത്മാവ് എന്നെ സ്വന്തമാക്കണമേ, എന്നെ അടുത്തിരുത്തി പഠിപ്പിക്കണമേ, പോകുന്നിടത്തൊക്കെ കൂടെ വരണേ എന്ന് പറഞ്ഞ് പ്രാർത്ഥിക്കുമ്പോൾ എൻ്റെ കൂട്ട പരിശുദ്ധാത്മാവ് നമ്മളെ ബെസ്റ്റ് ഫ്രണ്ടായി മാറും. അപ്പോൾ പരിശുദ്ധാത്മാവ് നമ്മളെ പിന്നെ ആരാ നമ്മുടെ ഉള്ളിൽ കിടക്കണേ? പരിശുദ്ധാത്മാവ് നമ്മളെ നയിക്കും, നമ്മളെ വളർത്തും, വഴി തെളിച്ച് വെട്ടിത്തെളിച്ച് NH ഹൈവേ പോലെ ആക്കും. ഓക്കെ, കാട് പിടിച്ച് നടക്കുന്ന സ്ഥലവും NH ഹൈവേയും തമ്മിലുള്ള വ്യത്യാസം എന്താ? NH ഹൈവേയിൽ വണ്ടി ഷൂ എന്ന് പറഞ്ഞങ്ങ് പോകും, മറ്റേതാണെങ്കിലോ അയ്യോ ഫസ്റ്റ് ഗിയർ ഇട്ട് പതിയെ പോകും. അപ്പം നമ്മുടെ ലക്ഷ്യസ്ഥാനത്തെത്തുമ്പോൾ ഒരു സമയം എടുക്കും, മറ്റേതാണെങ്കിലോ ഷൂ എന്ന് പറഞ്ഞു പോകും. ഇതുപോലെ ജീവിതത്തിൽ ഫലവും നിറവും മണവും ഗുണവും ഉള്ള കുഞ്ഞുമക്കളായി വളരാൻ പരിശുദ്ധാത്മാവ് നമ്മളെ സഹായിക്കട്ടെ. അപ്പം പ്രാർത്ഥന മറക്കരുത്. തൈലം കൊണ്ട് പൊതിയണം, ആനന്ദത്തിൻ്റെ കണ്ണ് തുറക്കണം, വചനം ശ്രവിക്കാൻ കാതുകൾ തുറക്കണം, മുഖം ദൈവത്തിൻ്റെ മുഖമാക്കി മാറ്റണം, കൈ ഈശോയെ കൈപിടിക്കുന്ന അനുഭവം തരണം, കഴുത്തിലോ ജ്ഞാനത്തിൻ്റെ ചങ്ങല, ഹൃദയത്തിൽ ദൈവസ്നേഹം, വയറിൽ
വചനം കൊണ്ട് നിറയ്ക്കണം. അപ്പോൾ ഇതുപോലെ നമ്മൾ പ്രാർത്ഥിച്ച് 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 പരിശുദ്ധാത്മാവായിട്ട് ബന്ധം സ്ഥാപിച്ച് ഇങ്ങനെ വളരാം. ഈശോ അനുഗ്രഹിക്കട്ടെ.